ഹലോ, എല്ലാവരും ദീപാവലി ആഘോഷത്തിന്റെ തിരക്കിലാണല്ലേ. ഇവിടെ പ്രത്യേകിച്ചും അതായത് ഞങ്ങൾ താമസിക്കുന്നതിന്റെ അടുത്ത് തമിഴ്നാടിനോട് ചേർന്നുള്ള പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ ചുറ്റൊന്നും നമ്മുടെ നാട്ടിലത്തെ വിഷു പോലെ പടക്കം പൊട്ടിക്കലും എല്ലാം ഇവിടെ കേൾക്കാട്ടോ. അപ്പൊ അവിടെയൊക്കെ പടക്കം പൊട്ടിക്കേണ്ട പോക നമ്മുടെ വീട്ടിലടക്കം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ അച്ചുട്ടി മാത്രം വെറുതെ നോക്കിയിരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും വാങ്ങിച്ചു അവന് വേണ്ടിയിട്ട് ഒരു പൂത്തിരി. ഇത് എങ്ങനെ കത്തിക്കണം, എവിടെയാണ് ഇതിന്റെ തീ കൊളുത്തേണ്ടതെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ തിരിച്ചു മറിച്ചൊക്കെ നോക്കി. അപ്പൊ അച്ചൂട്ടി പറഞ്ഞു ഇതിന്റെ ഈ ബ്ലാക്ക് കളർ കാണുന്നോടത്തേക്കും കൊളുത്തേണ്ടത് ഇവിടെ പേപ്പർ അല്ലേന്ന്. അപ്പൊ ഇവിടെ ആയിരിക്കും നമുക്കിത് കൊളുത്തി നോക്കാല്ലേ. ഇതാ എനിക്ക് പേടിയാ, ഞാൻ കത്തിക്കൂല. ഇതാണ് ഇവിടുത്തെ കാര്യം. ഇവന് തീയൊക്കെ പേടിയാട്ടോ. എന്തും നോക്കി കണ്ടേ ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ തന്നെ വേണം കത്തിക്കാൻ. നോക്കി നോക്കട്ടെ. എനിക്കും പേടിയൊക്കെ തന്നെ. നോക്കട്ടെ. ഞാനത് കത്തിക്കാൻ പോവാണ്. എവിടെ കത്തിക്കണോ എന്ത് കത്തിക്കണോ ഒന്നും അറിയില്ല. ഒറ്റ കത്ത് നിക്ക് പേടിയാണെന്ന് വെച്ചു പൊട്ടുന്നതാണ്. കൈ കെട്ടുന്ന പൊട്ടുവോ? പൊട്ടിയാമോ ഇട്ടു അല്ല കഴിഞ്ഞു. ഇത്രയായിരുന്നു സംഭവം. വെറുതെ പേടിച്ചു. ഞാൻ കത്തിക്കുന്ന കണ്ടിട്ട് ഒരു ധൈര്യത്തിന് കണ്ണിറുക്കി പിടിച്ചിട്ട് നമ്മുടെ അച്ചുകൂട്ടിയൊക്കെ കത്തിച്ചു തുടങ്ങിട്ടാ. ഇത്രയേ ഉള്ളൂ. കണ്ണ് അടച്ചു പിടിച്ചിട്ടൊക്കെ കത്തിച്ച്. അങ്ങനെ നമ്മൾ പൂത്തിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ അച്ഛൻ്റെ പേടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതേ നമുക്കൊരു ഫോൺ കോൾ വരുന്നു. അതായത് ദീപാവലി സ്വീറ്റ്സ് വേണ്ടേന്ന് ചോദിച്ചിട്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കോളായിരുന്നു വന്നിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സുഹൃത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ദീപാവലിയുടെ സ്വീറ്റ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ബോക്സാണിത്. എനിക്ക് ഇത്രയും വലിയ ബോക്സ് സ്വീറ്റ്സ് ഒക്കെ ആദ്യമായിട്ടാട്ടോ കിട്ടുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഒരു ലക്ഷറി ലുക്കൊക്കെ ഇല്ലേ, അതുണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിൻ്റെ ഒരു ഭാഗം ഞാൻ ചെറുതായിട്ടൊന്ന് പൊളിച്ച് നോക്കിയായിരുന്നു കേട്ടോ. അതായത് വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ ആകാംക്ഷ മൂത്തിട്ട് ഞാൻ ഇത് പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ സംഭവം കാര്യം മനസ്സിലായി. അപ്പോൾ പിന്നെ എടുത്ത് വെച്ചു. അപ്പോൾ പിന്നെ വീഡിയോ ചെയ്തിട്ട് പിന്നെ പൊളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായിരുന്നു ഒരു ബോക്സ്. ആ ബോക്സിൽ എന്താ നമുക്ക് ഇങ്ങനെ നോക്കാം അല്ലേ. ഇപ്പോൾ പൊളിക്കുന്നില്ല. പൊളിച്ച് വെച്ച ഇവിടെ ഉറുമ്പൊക്കെ വരും കേട്ടോ. ഇതൊരു ലഡു ആണ്. ഇതാ ലഡു. പിന്നെ എന്താണെന്ന് നോക്കാം. ഒരു നമ്മൾ കണ്ടു. ഇത് എന്തോ ഒരു മധുരപലഹാരം തന്നെയാണ് കണ്ടിട്ട്. മൈസൂർ പാവില്ലേ അത് കേട്ടാ. ഇത് അപ്പം എല്ലാവർക്കും എൻ്റെ അച്ചൂസിൻ്റെയും ഹാപ്പി ദീപാവലി. ടാറ്റാ.